ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗോതമ്പ് പുട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഞാനിവിടെ ഗോതമ്പ് പുട്ട് എന്ന് പറഞ്ഞാൽ അത് കുഴച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. എല്ലാവർക്കും കുറേ സമയം എടുത്തിട്ട് വേണം കുഴക്കണം. നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ കുറേ സമയം കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ ഗോതമ്പ് പുട്ട് കിട്ടും. ഇവിടെ ഞാൻ അങ്ങനെ സമയമൊന്നും എടുക്കാതെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അപ്പോൾ വെറും 10 മിനിറ്റ് മതി. അങ്ങനെയുള്ള ഒരു ഗോതമ്പ് പുട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ ഇത് ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്ക്, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു ഹെൽത്തി ഡിഷ് കൂടിയാണ്. എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ ഒരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം, 1.5 കുറ്റി പുട്ടിനുള്ള അളവാണ് ഈ പറയുന്നത്. 1/4 കപ്പ് വെള്ളം വെച്ച് ഒരു 1/2 സ്പൂൺ ഉപ്പിടുക. ഇതൊന്ന് നന്നായി തിളക്കണം. തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തത്. ഈ കപ്പിൽ തന്നെ ഗോതമ്പ് പൊടി അളന്നിട്ടിടണം. അപ്പോൾ മാത്രമേ കറക്റ്റ് വെള്ളമാവൂ. ഇതിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണിത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് വെള്ളം കൂടിപ്പോകുന്ന വലിയ പേടി അങ്ങനെയൊന്നും വേണ്ട, കുഴപ്പമില്ല. ഇതിങ്ങനെ കട്ട കെട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അത് അവസാനം ശരിയായിക്കോളും. ഇത് ഒരു 2-3 മിനിറ്റ് ഒന്നിങ്ങനെ ചൂടിൽ ഒന്ന് എടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. പൊടികളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം കുറച്ചായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇത് ഗോതമ്പ് പൊടി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ കുറേശ്ശിട്ടിട്ട് അടിച്ചിട്ടെടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എല്ലാം ഒരുമിച്ചിട്ട് അടിക്കരുത്. ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായി അടിക്കരുത്. ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. മെല്ലെ ഒന്ന് അടിച്ച് 2-3 പ്രാവശ്യമായിട്ട് മെല്ലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഇതുപോലെ ഇപ്പോൾ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ പൊടിയും നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. എല്ലാ പൊടിയും ഇവിടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്, നന്നായി പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നന്നായി കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഇതിൽ കുറച്ച് തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടി ഇടാം. ഇത് ഞാൻ 2 കുറ്റി ഇതുപോലത്തെ 2 കുറ്റി പുട്ടുണ്ടാക്കേണ്ട പൊടിയാണ് എടുത്തത്. 1.5 കപ്പ് കൊണ്ട് 2 കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റും. എനിക്ക് പുട്ടും കുറ്റിയൊന്നുമില്ല, ഞാൻ കുക്കറിൽ വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൽ ഇട്ട് പുട്ടുണ്ടാക്കാം. കുറച്ച് ഗോതമ്പ് പൊടിയിട്ട്, കുറച്ച് തേങ്ങയിട്ട്, വീണ്ടും ഗോതമ്പ് പൊടിയിട്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ പുട്ടുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് അനുസരിച്ചിട്ട് അതിനെ വെള്ളവും അതിനനുസരിച്ചിട്ട് പൊടിയും വെള്ളവും എടുക്കണം. ചിലവർ ഗോതമ്പ് പൊടി വ്യത്യാസമായിരിക്കും, അപ്പോൾ വെള്ളത്തിൽ 2-3 സ്പൂണ് വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 1 കപ്പ് കറക്റ്റ് വെള്ളം എടുക്കല്ല. 1 കപ്പ് വെള്ളം എടുത്തിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് 1/4 കപ്പ് മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ അതിൽ പൊടിയിടാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയെന്നിരിക്കും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. 2-3 മിനിറ്റ് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ. ഞാനിതുപോലെയാണ് പുട്ടുണ്ടാക്കുക. ഇതിൽ ആവി വന്നിട്ടുണ്ട്. ആവി വന്നിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് മാത്രം ഇതെടുത്താൽ മതി, അല്ലെങ്കിൽ നന്നായി ഉപയോഗിക്കില്ല. ഇവിടെ 3 മിനിറ്റായി.
ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി. നല്ല നല്ല സോഫ്റ്റുള്ള പുട്ടാണ്. കൈ കൊണ്ടൊന്ന് തൊടുമ്പം തന്നെ പൊടിഞ്ഞു പോകും, അത്ര നന്നായിട്ട് സോഫ്റ്റാണ്. ഇതൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.